ഹലോ, എൻ്റെ സിസ്റ്റർ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറച്ച് ഹെന്ന കോൺസ് ഓർഡർ ചെയ്ത് മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. കോണിന് നല്ല സ്റ്റെയിൻ ഉണ്ട് കേട്ടോ. ഒരു ഹാഫ് അവർ ഇട്ടാലും നല്ല കളർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പൗഡർ ഞാനിങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു തലയിലിടാനായിട്ട്, ഹെന്ന മിക്സ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ മിക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടാ. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ആഡ് ചെയ്തേക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് വെട്ടി തിളപ്പിച്ച കട്ടൻ ചായ, പിന്നെ മുട്ടയാട്ടോ ചേർത്തേക്കുന്നത്. അങ്ങനെ ഇത് അയൺ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അയൺ സ്റ്റെയിനും കൂടി ഇളകുമല്ലോ എന്ന് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ടാക്കിയിട്ട് ഒരു ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിറ്റേന്ന് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് ഇതായിട്ടുണ്ട്. അങ്ങനെ അതിനെ ഞാൻ നല്ല രീതിക്ക് അതിൻ്റെ ആ ബ്ലാക്ക് അയൺ കടായുടെ ആ കളറൊക്കെ ഇളകിയേക്കുന്നൊക്കെ ഫുള്ള് മിക്സ് ചെയ്തിട്ട് അത് തലയിൽ തേക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ എപ്പോഴും മുടിയിൽ ചെയ്യുമായിരുന്നു. നമ്മുടെ മുടി ഗ്രോത്ത് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു ബർഗണ്ടി കളറ് കിട്ടാനും നല്ലൊരിതാണ് കേട്ടോ ഈ ഒരു ഇത് മിക്സ്. അങ്ങനെ ഇപ്പോഴായി പിന്നെ എനിക്ക് നല്ല മടിയാട്ടോ ഹെന്ന ചെയ്യാനായിട്ട്. കുറേ നേരത്തെ ഒരു മെനക്കേടും ഉണ്ട്. അതുപോലെ തന്നെ അത് മണിക്കൂറുകളോളം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ നല്ല സ്റ്റെയിൻ കിട്ടും കേട്ടോ മുടിക്ക്. പക്ഷേ ആദ്യമൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അത്രയും നേരം അത് തലയിൽ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു സമയവും ഇല്ല, സാവകാശവും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. ഇത് ഇത്രയും നേരം ചെയ്യാനും ഉള്ളൊരു സമയവും ഇല്ല. അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പിള്ളേർ അലമ്പാക്കി കഴിഞ്ഞാൽ അത് പാതിയേ മുറിയും. അങ്ങനെ ഓരോ ലെയർ എടുത്ത് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ഇത് ചെയ്യാനിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഈ കൊട്ടയൊക്കെ നെയ്യുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ചാണകം കൊണ്ട് കൊട്ട നെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്, നീ തലയിലിടുമ്പോൾ എന്നുകൊണ്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഫുള്ള് ഓരോ രീതിക്കും ലെയർ അടിച്ചടിച്ച് പൊത്തി എങ്ങനെയൊക്കെയോ വെച്ച് എണ്ണ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴുള്ള ആ മുടി കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അത് അന്നത്തെ ആ ഒരു ദിവസത്തേക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ഇതുണ്ടാവുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ്ലി പൊത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാ. അങ്ങനെ തലയൊക്കെ ഷാമ്പൂ ഇട്ട് കഴുകിയിട്ടുണ്ട്. സ്റ്റെയിൻ അറിയണമെങ്കിൽ നമ്മൾ വെയിലത്ത് തന്നെ നിൽക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ അതിൻ്റെ കളർ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ മുടി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ കളർ പിടിച്ചേണ്ടോയെന്ന് അറിയാൻ വെയിലുള്ള ഭാഗത്ത് നിന്നിട്ട് ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് ആ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ കളറിനൊരു ബർഗണ്ടി ഷെയ്ഡ് തോന്നും. അതല്ല എങ്കിൽ അറിയാനൊന്നും പറ്റൂല കേട്ടോ. ഈ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഒരു ഫ്രിസി ടൈപ്പ് ഹെയർ ആണ് കേട്ടോ, കുറച്ച് ഡ്രൈ ആണ്. പിന്നെ ഹെന്നയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആകെ മൊത്തം ഒരു ഡ്രൈ ആയിട്ടാണ് കേട്ടോ എപ്പോഴും മുടി ഇരിക്കാറ്. ഡെലിവറിയോട് കൂടി പകുതിയോളം മുടി എൻ്റെ തലേന്ന് നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല 2 സൈഡിലും പാർലറിൽ പോയി ലെയർ വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ അതും ഉള്ളിൽ നിന്ന് ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ, 2 സൈഡിലെയും മുടി അങ്ങനെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.